അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വെറുതെ അങ്ങ് കിച്ചണിലേക്ക് കയറി പോകാൻ പറ്റില്ല. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് ഡ്രസ്സൊക്കെ ധരിച്ച് വേണം കയറാൻ. അപ്പോൾ നമ്മൾ മറ്റേ കോവിഡ് കാലത്തൊക്കെ കണ്ട പോലെയുള്ള ചില ഡ്രസ്സൊക്കെയാണ്, കാരണം അത്രയും സേഫ്റ്റി സെക്യൂർഡായിട്ട് നമ്മൾ അകത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ചിക്കൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ മലയാളിക്ക് ജനറലി ബിരിയാണി. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ സദ്യ കൊടുക്കുന്നത്. ശരി, ഇപ്പൊ നമ്മുടെ ഇവിടെ ചള്ളാസ് എന്നൊക്കെ പറയും, ഒരു സാലം അവിടെ ഹൈദരാബാദി ഡിഷാണ്. അതെല്ലാം സെറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത്. അപ്പൊ മറ്റെന്തൊക്കെ മാറ്റി വെച്ചാൽ എപ്പോഴും ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ഇതിൽ നമ്മൾ എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ എയർലൈനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഈ ഫുഡ് എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എത്ര നേരത്തെ ഇത് എയർക്രാഫ്റ്റിൽ കയറ്റുന്നു, ഇത്രയും വൈവിധ്യമായ ഫുഡ് എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്, ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല ചോദ്യങ്ങൾ എന്നെപ്പോലുള്ള പലർക്കും മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പിന്നിലുള്ള കമ്പനി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കമ്പനിയാണ് ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ. നമ്മുടെ MA യൂസഫ് അലി സാറിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവർ ഈ ഒരു രംഗത്ത് സജീവമാണെന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും സൈഡിൽ ഈ ഒരു ബിൽഡിങ്ങാണ്, അതിൽ എഴുതിയിട്ടുണ്ട് ലുലു ഫ്ലൈറ്റ് കിച്ചൺ എന്ന്. അപ്പോൾ എന്താണ് ലുലു ഫ്ലൈറ്റ് കിച്ചൺ, ഏതൊക്കെ എയർലൈനാണ് ഫുഡ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുത്തെ യൂണിറ്റ് മാനേജർ ബിജു വി കൃഷ്ണൻ ഇവിടെ ഉണ്ട്. നമസ്കാരം ബിജു. നമസ്കാരം. താങ്ക് യു ഫോർ വിസിറ്റിംഗ് us. Welcome to Lulu Flight Kitchen. On behalf of our MD Mr. Yusuf Ali. Thank you. And the Lulu Group. അപ്പോൾ എന്തായാലും എനിക്ക് തിരിച്ചും നന്ദി പറയാനുണ്ട്, കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വളരെ ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. കാരണം പല വലിയ സെലിബ്രിറ്റീസൊക്കെ സഞ്ചരിക്കുന്ന എയർലൈനിലേക്കുള്ള ഫുഡാണ് ഇവിടുന്ന് പോകുന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ. ഇവിടെ വെറുതെ ഒന്ന് വന്ന് കയറാൻ പോലും പറ്റില്ല. CISFൻ്റെ പോലും നിരീക്ഷണത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി അനുമതി തന്ന ലുലു ഗ്രൂപ്പിൻ്റെ തലപ്പത്തുള്ളവർക്കും എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ വെജ് വേണോ നോൺ വെജ് വേണോ, നോൺ വെജ് മതി എന്ന് പറയുന്നു. ക്രൂവിൽ നമുക്ക് ഫുഡ് എടുത്ത് തരുന്നു. ഇതിന് പിന്നിൽ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയ മത്സരമുള്ളൊരു രംഗമാണ്. ഇപ്പം ഞാനിപ്പോൾ കയറിയപ്പോൾ കണ്ടിരുന്നു ഇവിടെ നിങ്ങൾ സെർവ് ചെയ്യുന്ന എയർലൈൻ ഏതൊക്കെയാണ്. ഈ എയർലൈനുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്? അതിനു മുമ്പ് ഇത് എന്നാ തുടങ്ങിയത് നമ്മൾ? ഇത് നമ്മൾ 2012 തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ തുടങ്ങി ഇതിപ്പോൾ വർക്കിംഗ് ആണ്. പിന്നെ 2016 ഫുള്ളി ലുലു ഗ്രൂപ്പ് അണ്ടർടേക്ക് ചെയ്തത്. അതിന് മുമ്പ് വേറെ ഓർഗനൈസേഷൻസ് നടത്തിയതാണ്. പിന്നെ 2016 ഓൺവേഴ്സ് ലുലു ഗ്രൂപ്പ് തന്നെ, ലുലു എന്ന പേരിൽ തന്നെ ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ എയർലൈനിലേക്ക് എത്തിപ്പെടുന്നത്, അത് ശരിയാണ്. അപ്പം എയർലൈൻസ് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഏതൊക്കെ കേറ്ററേഴ്സ് ഉണ്ടെന്ന് ആദ്യം അവർ അന്വേഷിച്ചിട്ട് അവർക്കൊരു കേറ്ററിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന RFP അല്ലെങ്കിൽ RFQ, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ എന്നിട്ട് പറഞ്ഞിട്ട് അവർ നമുക്ക് കുറേ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരും. അപ്പോൾ അതിൽ നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചും, പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് കിച്ചൺ നടത്തണമെങ്കിൽ BCAS എന്ന് പറഞ്ഞ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ വേണം, സെക്യൂരിറ്റി പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അതിനുശേഷം അവരതൊക്കെ വെറ്റ് ചെയ്തിട്ട് പിന്നെ അവരുടെ മെനു അയച്ചു തന്നിട്ട് നമ്മളോട് റേറ്റ്സ് അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അവിടെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. സോ വി ഹാവ് ടു ബി കമ്പയറബിൾ ടു വാട്ട് ദേ ആസ്ക് us ഫോർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, സെക്യൂരിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബിറ്റ്സ് കൊടുക്കും. പിന്നെ ദെൻ ദേ കോൾ us ഫോർ നെഗോസിയേഷൻസ്. അങ്ങനെ നെഗോസിയേഷൻസ് നടത്താം. അത് കഴിഞ്ഞിട്ട് അവർ ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വരാനുള്ള എയർലൈൻസ്, നമ്മളായിട്ട് ഹാപ്പി ആയിട്ടുള്ള എയർലൈൻസ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് റേറ്റ്സ്, ബട്ട് ചില എയർലൈൻസ് ദേ ലുക്ക് അറ്റ് അതർ ആസ്പെക്ട്സ് ഓൾസോ. സെക്യൂരിറ്റി ആസ്പെക്ട്, ക്വാളിറ്റി, the infrastructural capabilities, അതൊക്കെ നോക്കിയിട്ടും കൂടിയാണ് അവർ കോൺട്രാക്ട് തരുന്നത്. അങ്ങനെ വൺസ് കോൺട്രാക്ട് എത്ര കാലത്തേക്കാണ്? Usually it is for 3 years. Usually. Plus they have this option of extending it for 2 more years. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനിലാണ് സാധാരണ കോൺട്രാക്ട്സ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം അകത്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് അകത്തേക്ക് നീങ്ങാം അല്ലേ? അകത്ത് നമ്മളിപ്പോൾ ഏതൊക്കെ എയർലൈനുമായിട്ടാണ് നമുക്ക് ടൈപ്പ് ഉള്ളതെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സത്യത്തിൽ ഒരു എയർലൈൻ ഞാൻ പേര് ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ ആണല്ലേ? യെസ്, RK എയർലൈൻസ്. ഇത് വി സർവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റ് എയർലൈൻസ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിന് മുമ്പ് സെർവ് ചെയ്ത എയർലൈൻസ് ഒക്കെയാണത്.
അപ്പോൾ ഇതിൽ RK ലൈക്ക് യു സെഡ് ഇറ്റ് വാസ് ഇസ്രായേലി എയർലൈൻസ്. കോവിഡിന് മുമ്പ് വരെ ഒരു പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം അവരത് നിർത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എയർലൈനൊക്കെ ഫുഡ് കൊടുക്കണം അത്ര സ്ട്രിക്റ്റ് ആയിരിക്കും. വി റിയലി ആർ പ്രൗഡ് ബിക്കോസ് അവർ നമ്മൾ അപ്രൂവ് ചെയ്തു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കി, സെക്യൂരിറ്റി നോക്കി, ഇതെല്ലാം നോക്കിയിട്ട് അപ്രൂവ് ചെയ്തതാണ്. സോ വി ആർ ഡെഫിനറ്റ്ലി പ്രൗഡ് ഓഫ് ദാറ്റ്. പിന്നെ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്ന 2 സ്ഥാപനങ്ങൾ ഇതിലുണ്ട്. അത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ യൂസബായിട്ട് ഫ്ലൈറ്റ് YMB എന്ന് പറയുന്നത്, അത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫ്ലൈറ്റ് അവിടെ ഉണ്ട്. പിന്നെ ഖത്തർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡുകളിലൊന്ന് ഖത്തർ എയർവേസിന്റെ ആണ്. അതുണ്ട്. മാൽഡീവിനുണ്ട്. സൗദിയെ ഇതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കും പല കാര്യങ്ങളും. ഇതില് കുറച്ച് ഇത് വരാതെ ഉണ്ട്. സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ നമ്മൾ കൊടുത്തിരുന്ന അതൊക്കെ കോവിഡിന് ശേഷം ഇപ്പൊ തൽക്കാലം സ്റ്റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെരി സൂൺ ഹോപ്പ്ഫുള്ളി വിൽ സ്റ്റാർട്ട് വിത്ത് അതർ എയർലൈൻസ്. അപ്പൊ ഇനി ഒരു വിമാനയാത്രക്കാരെന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ കുറെ സംശയങ്ങളുണ്ട്. പ്രധാന സംശയം, ഞാനിപ്പോൾ ഇവിടുന്ന് ദുബൈയിലേക്ക് പോവാണ്. ദുബൈയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യ പോകാതിരിക്കട്ടെ, ഞാനിവിടെ നല്ല ചൂട് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോകുന്നു. അന്ന് അതേ ഫ്ലൈറ്റ് ഞാൻ തിരിച്ചു പോരാതിരിക്കട്ടെ, അപ്പോഴും എനിക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ ദുബൈയിൽ നമുക്ക് വീണ്ടും അവിടെയുണ്ടോ നമുക്കൊരു യൂണിറ്റ്? അല്ല ഇതെന്താന്ന് വെച്ചാൽ റിട്ടേൺ കേറ്ററിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദുബായ് ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ള ഓൺവേർഡ് ജേർണിക്കുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. റിട്ടേൺ ജേർണിക്കുള്ള ഫുഡ് ഫ്രോസൺ ആയിട്ട് കൊടുക്കും. ഇവിടെ തന്നെ കൊണ്ടുപോകും. അപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് കാർട്സിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ റിട്ടേൺ ജേർണിക്കുള്ള കാർട്ട് അവർ അവനിൽ വെച്ച് കഴിയുമ്പോൾ ചൂടാവും. എവിടുത്തെ അവനിൽ? ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇത് കാർട്ട് വെക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് അവർ ഓൺ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചൂടാവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നത് ഫ്രോസൺ ആണോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ചിൽഡ് ഫുഡാണ്. അത് ചൂടാവും. ചിൽഡെന്നേ ഉള്ളൂ, അപ്പോഴും ചൂടല്ല. അല്ല, ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ there is a big threat of infection അല്ലെങ്കിൽ ഫുഡ് സ്പോയിലേജ്. അപ്പോൾ ഈ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 80 degrees and above, അതാണ് നമ്മുടെ കുക്കിംഗ് ടെമ്പറേച്ചർ. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നമ്മൾ പറയില്ലേ തിളക്കണം അല്ലെങ്കിൽ വേഗണം എന്നൊക്കെ, അത് 80 degrees above ആകുമ്പോഴാണ് ഇത് ആവുന്നത്. ആ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഓർ 5 degrees or below. ഇപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് ബാലൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രിഡ്ജിലെടുത്തു. ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ ആണ് 5 degrees or below. അപ്പോൾ ആ 2 ടെമ്പറേച്ചറിന് ഇടയ്ക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ചില്ല് 5 degrees or below, ഫ്രോസൺ -18 degrees or below. സോ അപ്പോൾ ലോങ്ങർ ഡ്യൂറേഷൻ ഫുഡ് ചീത്തയാതിരിക്കണമെങ്കിൽ ഫ്രീസ് ചെയ്യണം. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ നമുക്ക് കിച്ചണിലൊരു ബ്ലാസ്റ്റ് ചില്ലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നു. ബ്ലാസ്റ്റ് ചില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 80 degrees to 5 degrees or below, within 45 minutes to 60 minutes it brings it down. ഇപ്പം നമ്മൾ കുറേ നേരം പുറത്തെടുത്ത് വെച്ച് തണുപ്പിക്കാം, പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഈ ബ്ലാസ്റ്റ് ചില്ലിംഗ് എന്നുള്ള ഫെസിലിറ്റി ഉപയോഗിച്ച് പെട്ടെന്ന് ഫുഡിൻ്റെ ടെമ്പറേച്ചർ താഴത്തേക്ക് കൊണ്ടുവരും. Then it stays at the temperature till you want to consume it. As a passenger, ഇപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ടെമ്പറേച്ചറിൽ എത്തണ വരെയും ഇത് ആ ടെമ്പറേച്ചറിൽ എത്തും. പിന്നെ അവനിൽ കയറുന്നു, റീഹീറ്റ് ചെയ്യുന്നു, then you get fresh hot food. അത് അങ്ങനത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചില്ല് ചെയ്യുന്ന കാരണമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ യു ഫീൽ ഇറ്റ്സ് വെരി ഫ്രഷ്. ഇറ്റ് ഇസ് ആസ് ഗുഡ് ആസ് അപ്പം ഉണ്ടാക്കി തരുന്ന ഫുഡ് പോലെ ഇരിക്കുന്നത്. അതാണ് ആ ടെക്നോളജി. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും നോൺ വെജ് വെച്ച് പറയും, നോൺ വെജ് തീർന്നു കേട്ടോ, ഇനി വെജേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിപ്പോൾ എത്ര വെജ് വേണം, എത്ര നോൺ വെജ് വേണമെന്ന് എയർലൈൻ നിങ്ങൾ അറിയിക്കുന്ന അനുസരിച്ചാണ് കൊടുക്കുന്നത്? കറക്റ്റ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എയർലൈൻ ബേസ്ഡ് ഓൺ ഡെസ്റ്റിനേഷൻ അവർ തീരുമാനിക്കും അവരുടെ പാസഞ്ചേഴ്സ് മെജോറിറ്റി എന്ത് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ അവർ നോക്കിയിട്ട് ദേ നോ based on their experience, they know maybe out of 180 passengers or 189 passengers, അതിൻ്റെ 40% വെജ് ആയിരിക്കും, 60% നോൺ വെജ് ആയിരിക്കും, ഓർ വൈസ് വേഴ്സ. ചില ഡെസ്റ്റിനേഷനിലേക്ക് നോൺ വെജിറ്റേറിയൻസ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് മലയാളികൾ ട്രാവൽ ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നോൺ വെജ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അവരൊരു കാൽക്കുലേഷൻ നമുക്ക് തരും. നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അത് കാരണമാണ് ചില സമയങ്ങളിൽ നമ്മൾ നോൺ വെജ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചില കണക്കുകൂട്ടൽ തെറ്റി പിന്നെ വെജ് കഴിക്കേണ്ടി വരും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ ക്രൂവിന് വേറെ ഫുഡാണോ? അങ്ങനെയാണോ? അങ്ങനെയാണ്. ക്രൂവിന് വേറെ ഫുഡാണ്, ക്യാപ്റ്റന്മാർക്ക് വേറെ ഫുഡാണ്. ക്യാപ്റ്റന്മാർ 2 പേരുണ്ട് ഫ്ലൈറ്റിൽ. അപ്പം ഫസ്റ്റ് ഓഫീസറും സെക്കൻഡ് ഓഫീസർ, ഇവർക്ക് 2 പേർക്ക് വേറെ വേറെ ഫുഡാണ്. ഇതൊക്കെ ടു ലിമിറ്റ് ദി ചാൻസസ് ഓഫ് ഫുഡ് പോയ്സൺ ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഹാപ്പൻസ്.
പക്ഷേ യൂഷ്വലി വി എൻഷുർ ദാറ്റ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ശരി ശരി. അതുപോലെ തന്നെ ഈ പറഞ്ഞ വളരെ സേഫ് ആയിരിക്കണം, വളരെ സെക്യൂർഡ് ആയിരിക്കണം ഫുഡ് എന്നുള്ളൊരു സംശയമില്ല. കാരണം ഇപ്പം ഇവിടെ ഒരാൾ വിചാരിച്ചാൽ മതി, ഇപ്പം ക്യാപ്റ്റന് വേണമെങ്കിൽ ഒരു പോയിസൺ ഇട്ട് ഫുഡ് പോകാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി കീപ്പ് ചെയ്യുന്നത്? കറക്റ്റ്. ഇറ്റ്സ് എ വെരി, ഈ ഒരു ഫ്ലൈറ്റ് കിച്ചൻ്റെ ഏറ്റവും മേജർ പോയിന്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇത് നമ്മൾ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ്ലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പണിയുമ്പോൾ തന്നെ ഈ BCS കുറേ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ നമ്മുടെ പെരിഫറലിൽ നോക്കിയാൽ കാണാം, ഈ മതിലുകളൊക്കെ എയർപോർട്ട് പോലെയാണ്. മതിലിൻ്റെ മുകളിൽ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അയൺ ഫെൻസിങ്, ഇതൊക്കെ മസ്റ്റാണ്. ഇതൊക്കെ BCSന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചറൽ സേഫ്റ്റി. എല്ലാ ഡോർസ്, ആക്സസ് പോയിന്റ്സ് ആർ ആക്സസ് കൺട്രോൾ. അതും ആസ് പെർ BCS, അതായത് നിയമം പ്രകാരം ഓൾ ഏരിയ ഷുഡ് ബി ആക്സസ് കൺട്രോൾഡ്. ആക്സസ് കൺട്രോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ നിർത്താം, ഇപ്പോൾ ഫിസിക്കലി നിർത്തിയിട്ട് ചെക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, എല്ലാ ഡോറിനും ആക്സസ് കൺട്രോൾ ഉണ്ട്. എല്ലാ സ്റ്റാഫിനും അവരുടെ ഏരിയ റിക്വയർമെന്റ് അനുസരിച്ച് മാത്രമാണ് അവർക്ക് ആക്സസ്. ഇപ്പോൾ കിച്ചണിലെ സ്റ്റാഫിന് ചിലപ്പോൾ ഡിഷിംഗ് ഔട്ടിലേക്ക് ആക്സസ് ഉണ്ടാവില്ല, ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്. പിന്നെ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ എവറി സ്റ്റാഫ് ഈസ് വെറ്റഡ് ബൈ ദി കേരള പോലീസ്. സൂപ്രണ്ടന്റ് ഓഫ് കേരള പോലീസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വേണം. ഇയാൾക്ക് വേറെ കുറ്റകൃത്യങ്ങളിലൊന്നും പങ്കില്ല, അങ്ങനത്തെ ഒരു കേസ് നിലവിലില്ല എന്നുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ആൾക്ക് ഒരു ഫ്ലൈറ്റ് കിച്ചണിൽ ജോലി കിട്ടുള്ളൂ. മാന്യന്മാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. കല്യാണകാലൊക്കെ എളുപ്പ, ഇവിടെയാണ് ജോലിയൊക്കെ. ശരി. അപ്പൊ അങ്ങനെയാണ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതങ്ങനെ. പക്ഷെ നമുക്കിപ്പോൾ പലപ്പോഴും അറിയാം, കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറി ആയാലും പലതും ഒക്കെ മാലിന്യങ്ങൾ ഒക്കെ ഉള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് ബീങ് എ പാർട്ട് ഓഫ് ലുലു ഗ്രൂപ്പ്, നമ്മുടെ ലുലു സപ്പോർട്ട്സ് us a lot as an organization because we have this advantage. Yusufbhai has got outsourcing offices all over, sourcing offices, കാശ്മീരിലടക്കം, അപ്പോൾ എവറിത്തിങ്. അപ്പം ഞങ്ങൾക്ക് ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും ഞങ്ങൾക്ക് ഒരു സാധനം വേണമെന്ന് വെച്ചാൽ we get support from the group. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഒരു ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ആയാലും, ഇമ്പോർട്ടഡ് മീറ്റ്, ഇമ്പോർട്ടഡ് ഫിഷ്, എവറിത്തിങ്. സോ വി ഗെറ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഓൾസോ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ഫ്രോം MD, ക്വാളിറ്റി ഷുഡ് നെവർ ബി കോംപ്രമൈസ്ഡ്. അപ്പം വി ഗെറ്റ് ഓൺലി ദ ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ടു എൻഷുർ ദാറ്റ്. ശരി ശരി. അപ്പോൾ അങ്ങനെയാണ് നമുക്കിനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ കാണുക എന്നുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ വെച്ച് ബാക്കി ചോദ്യങ്ങൾ ഞാൻ അവിടെ വെച്ച് ചോദിക്കും അല്ലേ? സംശയങ്ങൾ എനിക്കിനി ബാക്കിയുണ്ട്. തീർച്ചയായും. ഓക്കെ, എന്നാൽ ഞങ്ങൾ പോവാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വെറുതെ അങ്ങ് കിച്ചണിലേക്ക് കയറി പോകാൻ പറ്റില്ല. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് ഡ്രസ്സൊക്കെ ധരിച്ച് വേണം കയറാൻ. അതാണ് യൂണിഫോം റൂം എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അത് ഡ്രസ്സൊക്കെ മാറ്റാം അല്ലേ? ഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ഷൂ ഊരണം. ഷൂ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മറ്റേ കോവിഡ് കാലത്തൊക്കെ കണ്ട പോലെയുള്ള ചില ഡ്രസ്സൊക്കെയാണ്. കാരണം അത്രയും സേഫ്റ്റി സെക്യൂർഡായിട്ട് നമ്മൾ അകത്തേക്ക് പോകാൻ പോകുന്നത്. ഈ ഒരു കോട്ടുണ്ട്, പിന്നെ മാസ്ക് ഉണ്ട്, തലയിൽ എന്തായാലും വിളിക്കുന്ന ക്യാപ്പെന്നുള്ളൂ, ക്യാപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കിച്ചണിലേക്ക് പോകാം. കിച്ചൺ അഗെയിൻ ആക്സസ് കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ ഇവിടത്തേക്ക് ആക്സസ് വേണ്ട ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. കിച്ചൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. ഇവിടെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് കയറാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ അകത്ത് കയറിയിട്ട് നമ്മൾ കൈയും കഴുകി പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ കൈയൊക്കെ വീണ്ടും ഒന്ന് ഫ്രഷാക്കി ഇനി അകത്തേക്ക് പോകുന്നു. അപ്പം നമ്മളിനി ആദ്യം കയറാൻ പോകുന്നത് റിസീവിങ് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഭക്ഷണ സാധനങ്ങൾ ആദ്യം വരുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആദ്യം ഇവിടെ വരുന്നു അല്ലേ? ഇതാണ് റിസീവിങ് ഏരിയ. അപ്പം എല്ലാം നല്ല ഫ്രഷാക്കി റിസീവിങ്ങിന്റെ ടൈം ആയി വരുന്നുള്ളൂ. അപ്പൊ ഇവിടെയാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മുട്ട, ഇറച്ചി എല്ലാം വരുന്നത്. അപ്പോൾ സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ റിസീവിങ് ബേ ഡോർ ഓപ്പൺ ആവും, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കും. ഇറക്കിയിട്ട് സാധനങ്ങൾ ഇറക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കിച്ചണിലെ സാധനമാണെങ്കിൽ ഷെഫ്, പിന്നെ സെക്യൂരിറ്റി മാനേജർ, പിന്നെ QC, ഇവർ മൂന്നുപേരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഷെഫ് എന്തിനാണെന്ന് വെച്ചാൽ വരുന്ന സാധനങ്ങൾ ചോദിച്ചില്ല നല്ല ക്വാളിറ്റി സാധനമാണോ ചീത്തയുണ്ടോ അത് ചെക്ക് ചെയ്യാനാണ് ഷെഫ് വരുന്നത്. QC എന്തിനാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ഇപ്പം ഫ്രോസൺ ചിക്കൻ ആണ്. അപ്പോൾ ഫ്രോസൺ ചിക്കൻ നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ അതിൽ -18 degrees ആയിരിക്കണം. അപ്പോൾ അവർ പ്രോബ് വെച്ച് നോക്കും
അല്ലെങ്കിൽ ഇപ്പം ഡയറി പ്രോഡക്ട്സ് 5 degrees or below ആയിരിക്കണം, ചിൽഡ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് QC നിൽക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം 100 കിലോ റിസീവ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം 100 കിലോ വന്നിട്ടുണ്ടോ, അതിൻ്റെ ക്വാണ്ടിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെയും ഇവിടെ നമ്മൾ പൊട്ടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഫ്ലൈറ്റ് കിച്ചണിലേക്ക് ആയത് കാരണം ഒരു FOB, ഫോറിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ത്രെറ്റ് ഉണ്ട്. ചിലപ്പം ഈ വരുന്ന സാധനത്തിൻ്റെ അകത്ത് വല്ലോ കത്തിയോ അല്ലെങ്കിൽ വല്ലോ എക്സ്പ്ലോസീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാരണം അതെല്ലാം അത് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു 100%. എന്നിട്ട് മാത്രമേ റിസീവിംഗ് ക്ലർക്ക് ഉണ്ടാവും. പുള്ളി പിന്നെ സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് ഇതിൽ കയറ്റി വേ ചെയ്ത് സ്റ്റോറിലേക്ക് കൊടുക്കും. ഇപ്പോൾ വെജിറ്റബിൾസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെജിറ്റബിൾ റിസീവ് ചെയ്തിട്ട് നമ്മൾ നേരെ വെജിറ്റബിൾ വാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. പച്ചക്കറി വരുമ്പോൾ നമ്മൾ വാഷ് ചെയ്യണമല്ലോ. 1000 കിലോ വെജിറ്റബിൾസ് ആണ് വരുന്നത്. അപ്പം ഇതാണ് വെജിറ്റബിൾ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് വാഷ് ചെയ്യുമ്പോൾ അതിന് ക്ലോറിൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓസോണൈസർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇതിൽ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓസോണൈസ് ആയിട്ട് ആ ലെവൽ ഓഫ് ക്ലോറിൻ വരും അതിൽ. എന്നിട്ട് നമ്മൾ ഈ ഇതിൽ വെജിറ്റബിൾ വാഷ് ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റാക്ക് ചെയ്ത് പോകും. സ്റ്റാക്ക് ചെയ്തതിന് ശേഷം കോൾഡ് റൂമിലേക്ക് കൊണ്ടുപോകും. നമ്മൾ കോൾഡ് റൂമിലേക്ക് ഇതിന് ശേഷം പോകാം. ഇവിടെ വെജിറ്റബിൾ പ്രിപ്പറേഷൻ, ഇപ്പോൾ ഓണിയൻ പീലിംഗ്, പൊട്ടറ്റോ പീലിംഗ് ഒക്കെ ഇതിനകത്ത്. ഇതാണ് സോർട്ടിംഗ് റൂം എന്ന് പറയുന്നത്. എല്ലാ ഫ്ലൈറ്റ് കിച്ചണിലും ഇത് കാണും. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഗ്രോസറീസ്, അരിയായാലും പരിപ്പായാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഇവർ കയറി കാണാം, സോർട്ടിങ് ചെയ്യുന്നത് കാണാം നമുക്ക്. അതിൻ്റെ ഇതിൽ വല്ലോ കല്ലുണ്ടോ, ആണിയുണ്ടോ, ഇതിനെ ഫോറിൻ ഒബ്ജക്ട്സ് തന്നെ പറയും. അപ്പം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് ആ മാഗ്നറ്റ് ഇവിടെ, അപ്പൊ അതിങ്ങനെ ഇട്ട് ഓടിക്കും. വല്ല ഇരുമ്പ് മെറ്റീരിയൽ പിടിക്കും. ഇതൊക്കെ പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുറം വെച്ചിട്ട് കല്ല് എളുപ്പത്തിൽ പിടിക്കാമായിരുന്നു. ഇപ്പൊ ചില വീടുകളിലൊക്കെ ഉണ്ട്. കിച്ചണിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീപാക്ക് ചെയ്യും. റീപാക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ട്. ഇപ്പൊ കിച്ചണിലേക്ക് ചിലപ്പോൾ 5 കിലോന്റെ ബാഗ് ആയിരിക്കും ആവശ്യം. അപ്പൊ അതനുസരിച്ച് നമ്മൾ റീപാക്ക് ചെയ്ത് അതിൽ ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡേറ്റ് ഓഫ് എക്സ്പയറി ഇട്ടിട്ടാണ് പിന്നെ സ്റ്റോറിലേക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന ഇപ്പൊ കണ്ട എക്യുപ്മെന്റ്സ് എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്, അതോ എല്ലാം വിദേശത്തു നിന്നുള്ള ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് എല്ലാം അല്ലേ? ഓസോണിന്റെ അതൊക്കെ പിന്നെ ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ ഇതാണ് മെയിൻ സ്റ്റോർ. മെയിൻ സ്റ്റോറിൽ കയറ്റി വെക്കുന്നു. മെയിൻ സ്റ്റോറിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഫ്ലൈറ്റ് കിച്ചൺ ആയതാണ് അവർക്ക് വേറൊരു റിക്വയർമെന്റും കൂടി, ഒരു അലർജൻ എന്നും പറഞ്ഞിട്ട്. അതിപ്പോ നമ്മളിപ്പോ അതിന് ഫ്ലൈറ്റ് ഫുഡിലും കാണാം. ചിലർക്ക് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, നട്ട്സ്, പീനട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അതിന് നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഇത് വെച്ചിട്ടുണ്ട്, റാക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് വെക്കുന്നത്. ഇത് ഫ്ലൈറ്റ് കിച്ചൺ റിക്വയർമെന്റ് പ്രകാരമാണ് അലർജൻസ് സെപ്പറേറ്റ് വെക്കണമെന്നുള്ളത്. അപ്പൊ അതിൽ നട്ട്സ് ഉണ്ട്, അതൊക്കെ നട്ട്സ് ആണ്. എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് നട്ട്സ് ആയതായിരുന്നു അത് സെപ്പറേറ്റ്. ഈ ഭാഗത്ത് അല്ലാതെയുള്ള പെപ്പറുണ്ട്, ഓട്സ്, എല്ലാ സാധനങ്ങളും ഈ സൈഡിൽ. ഇതൊക്കെ റീപാക്ക് ചെയ്ത് വന്നേക്കുന്ന സാധനങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് സോർട്ടിങ് കഴിഞ്ഞിട്ട് വന്ന സാധനം. ശരിക്കും നമുക്ക് ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവില്ലേ, വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണല്ല. അപ്പൊ ഈ ശരിക്കും ഈ ഇന്ത്യയിൽ കിട്ടാത്ത, ഇപ്പം നമ്മളിപ്പം സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെയാണ് ഇന്ത്യയിൽ കിട്ടാത്ത. സിംഗപ്പൂർ എയർലൈൻസ് മാത്രമല്ല, ഈവൻ എയർ ഇന്ത്യ എക്സ്പ്രസ്, ലോട്ട് ഓഫ് എയർലൈൻസ് റിക്വയർ ഇമ്പോർട്ടഡ് സ്റ്റഫ്. ഇപ്പം സ്മോക്ക് സാമൺ, ഹൈ എൻഡ് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ കെവിയർ, പിന്നെ കോഡ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്, ഇമ്പോർട്ടഡ്. അങ്ങനത്തെ സാധനങ്ങൾ, സാമൻ ഇമ്പോർട്ടഡ്, സാമൻ സ്മോക്ഡ് അല്ല, സാധാ സാമൻ. പിന്നെ സർട്ടൻ ഫ്രൂട്ട്സ്, സ്റ്റാർ ഫ്രൂട്ട്. അപ്പൊ അങ്ങനത്തെ ഇതിനൊക്കെ വി ഡിപെൻഡ് ഓൺ ലുലു ഗ്രൂപ്പ്. ദേ ഹെൽപ്പ് us. എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ സ്ഥാപനത്തിൽ. ഇത് ഡിഫറെന്റ് മീറ്റ് പ്രിപ്പറേഷൻ ഏരിയാസ് ആണ്. ഇത് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഫ്ലൈറ്റ് കിച്ചൺ ആയതാണ്. ബുച്ചറീസ് ഒക്കെ വേറെ വേറെ. ഇത് ചിക്കൻ, ഇത് മീറ്റ്. അപ്പോൾ ഇവിടെയാണ് ചിക്കൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. വെട്ടി കഴുകി റെഡിയാക്കി ക്ലീൻ ചെയ്യും, പിന്നെ അത് മാരിനേറ്റ് ചെയ്യും, പിന്നെ ആസ് പെർ റിക്വയർമെന്റ്. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒട്ടും സ്പൈസി അല്ലാത്ത ഫുഡ് എയർലൈനുകൾ തരുന്നത്. അത് അവർ അങ്ങനെ സ്പൈസി ആയിരിക്കില്ല, ഓയിലി ആയിരിക്കില്ല. അത് ഓയിലി ആയിരിക്കില്ല അല്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ലോങ് ഹോൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓൾറെഡി യു ഹാവ് എ
ഫീലിംഗ്. അതെ അതെ ശരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റൊമക്ക് അപ്സെറ്റോ, ഇപ്പൊ ഓയിലി ഫുഡ് ആയാലും സ്പൈസി ഫുഡൊക്കെ ഇതിന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അത് കാരണം ദേ കീപ് എവറിത്തിങ് മിനിമൽ. അപ്പോൾ ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അത് മാരിനേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. അപ്പം നമ്മൾ ഈ പ്രധാനമായിട്ടും ബീഫും ചിക്കനുമാണല്ലോ അല്ലേ? നോ ബീഫ്, ചിക്കൻ, മട്ടൺ, ലാംബ്, ഇമ്പോർട്ടന്റ് ലാംബ്. ഇത് സ്ട്രിക്ട്ലി ഹലാൽ ഫെസിലിറ്റിയാണ്. അത് കാരണം പോർക്ക് ഇല്ല. അതെനിക്ക് തോന്നുന്നത് പൊതുവെ എയർലൈനുകൾ ഇല്ല. ചില സർട്ടൻ എയർലൈൻസ് ലൈക്ക് ബ്രിട്ടീഷ് എയർവേസ്, ഇപ്പോഴുള്ള ഇവിടുത്തെ എയർലൈൻസിന് കുഴപ്പമില്ല. ചില എയർലൈൻസ് ചോദിക്കുന്നുണ്ട്, ബ്രിട്ടീഷ് എയർവേസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദെൻ യു ഹാവ് ടു ഹാവ് എ സെപ്പറേറ്റ് കിച്ചൺ. നോൺ ഹലാൽ ഏരിയ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരെണ്ണം വെക്കേണ്ടി വരും. ഇപ്പൊ ഇത് 100% ഇത് നമ്മൾ കോൾഡ് റൂമുകളിലേക്ക് കയറുന്നു. ഇതെല്ലാം കോൾഡ് റൂം, ഇതൊക്കെ കോൾഡ് റൂമാണ്. ഓരോ കോൾഡ് റൂമിൽ ഓരോ സാധനം. ഇതിപ്പോ വെജിറ്റബിൾ കോൾഡ് റൂമാണ്, വെജിറ്റബിൾ ചില്ലർ എന്ന് പറഞ്ഞിട്ട്. എത്ര ഡിഗ്രി? ഇത് 5 degrees. 5 degrees ആണ് ഇതിൻ്റെ. ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്തതിൻ്റെ അകത്ത് ടാഗ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഓരോന്നും. ഇതിപ്പോൾ നമുക്ക് എത്ര ദിവസം വരെ ഇങ്ങനെ നമ്മൾ വെക്കാറുണ്ട്? ഇത് യൂഷ്വലി എവറി ഡേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എവറി ഡേ സപ്ലൈ ആണ്. ഇത് ഇന്ന് വൈകിട്ടത്തേക്ക് ഓർ ആസ് ഏർലി ആസ് ടുമോറോ മോർണിംഗ് ഇട്ടിട്ടുണ്ട് ഫ്രഷ് വെജിറ്റബിൾസ്. പിന്നെ ചില ദിവസം ഇപ്പോൾ ഒരു ഹർത്താലോ ഒരു ബർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം സപ്ലൈ നിന്ന് പോകാൻ സാധ്യതയെങ്കിൽ വിൽ ടേക്ക് 2 days സപ്ലൈ. അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഡെയിലി വരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ആകെ എത്ര സ്റ്റാഫാണ് ഉള്ളത്? നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 150 സ്റ്റാഫ്. 150. അപ്പോൾ എത്ര ഷിഫ്റ്റുകളായിരിക്കും? കാരണം രാത്രിയിലാണല്ലോ അധികം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. അതെ, കറക്റ്റ്. 3 ഷിഫ്റ്റ് ഉണ്ട്. മോർണിംഗ്, സെക്കൻഡ് ആൻഡ് നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ വേറെ ഉണ്ടോ? ഇവർക്ക് എല്ലാ സ്റ്റാഫിനും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ മോർണിംഗ് ടീ, ഈവനിങ് ടീ, പിന്നെ സപ്പർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് ഒരു ചെറിയൊരു എനർജി കിട്ടാനുള്ള ഒരു റിക്വയർമെന്റ് ഉള്ള കാരണം അതും നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മൾ ഹോട്ട് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് നമ്മുടെ ഷെഫാണ്, എക്സിക്യൂട്ടീവ് ഷെഫ്. Good morning. Morning. Very good morning. How are you? Hi, good. How are you? Pleased to meet you, sir. Hi. Good name? Rishabh. Rishabh. Yes, Oh, okay. So where are you from? I'm from Mumbai, sir. Mumbai. Okay. And how is life in Kerala? Kerala is very good, sir. I stayed with Malayalis throughout my life. Mumbai, I had very Malayali friends. Okay. Did you learn Malayalam? A little bit. 1%. ഇതൊക്കെ കുക്കിംഗ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ടിൽറ്റിംഗ് പാൻസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇതൊക്കെ ടച്ച് പാനലിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓയില്, നോൺ ഓയിലി എന്ന് പറഞ്ഞല്ലോ. നോൺ ഓയിലി അല്ല, ലെസ് ഓയിൽ. ഇപ്പൊ ഓയിൽ റിക്വയർമെന്റ്, ഫുഡ് സയൻസ്. അപ്പം എല്ലാ സാധനങ്ങളും ചേർന്നാലേ ഫുഡ് ആകുള്ളൂ. അപ്പൊ ഓയിലിന് ഓയിലിൻ്റെതായിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ട് അതിൽ. ബട്ട് ഇറ്റ് വിൽ ബി കൺട്രോൾഡ്. നമ്മളുടെ ഫുഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി ഓയിലി, ഇറ്റ് ഇസ് വെരി സ്പൈസി. അപ്പോൾ അത്രയും ലെവലിലാക്കില്ല. ഇത് ക്യാബേജ് തോരൻ അല്ലേ? അടിപൊളി. ഈ നമ്മളിപ്പോൾ പൊതുവെ മലയാളി അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നമ്മൾ ദുബായിലേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ മലയാളിക്ക്? ജനറലി ബിരിയാണിയും പിന്നെ കബാബ്സ്. മറ്റ് ഫ്ലൈറ്റുകളിൽ പൊതുവെ എന്താ കണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് മറ്റ് ഫ്ലൈറ്റുകളിൽ? ഡിപ്പെൻസ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മറ്റ് ഫ്ലൈറ്റുകളിൽ ഓംലെറ്റ്സ്. അപ്പോൾ ഓംലെറ്റ് എന്ന് പറഞ്ഞ ഒരു ഓംലെറ്റ് മാത്രമല്ല അതിൽ ഓംലെറ്റ്, സോസേജ്, ഒരു പ്രോപ്പർ കോണ്ടിനെന്റൽ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഓംലെറ്റ് ഉണ്ടാവും, പൊട്ടറ്റോ ഉണ്ടാവും, ടൊമാറ്റോ ഉണ്ടാവും, സോസേജ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ പൊതുവെ എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി, ദോശയൊക്കെ കാണാം. അത് ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, മിനി ഇഡ്ഡലി, വട, ഉപ്പുമാ, നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാം പ്രിപ്പയർ. ഇത് ശരിക്കും നമ്മുടെ നാടൻ ഫുഡായിട്ട് ഫീൽ ചെയ്യുന്ന സാധനമാണ്. ഇതിപ്പം ഇത് എയർ ഇന്ത്യക്ക് വേണ്ടിയായിരിക്കും അല്ലേ? അതെ. പിന്നെ ഞാൻ പറഞ്ഞ ബ്ലാസ്റ്റ് ചില്ലർ ഇതാണ്. ഇപ്പൊ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു ബ്ലാസ്റ്റ് ചില്ലറിൽ കയറ്റും. ഇപ്പൊ ബ്ലാസ്റ്റ് ചില്ലറിൽ കയറ്റി ഇപ്പൊ ചില്ലായിക്കൊണ്ടിരിക്കുന്ന ഫുഡ്. അതിനകത്താണ് 80 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് 5 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ താഴുന്നു. എന്നിട്ട് ഇത് നമുക്ക് ഇതാണ് പാക്ക് ചെയ്യുന്നത്. അതെ. എന്നിട്ട് എയർക്രാഫ്റ്റിന് അത് വെച്ചാൽ വീണ്ടും ചൂടാക്കുന്നു. കറക്റ്റ് അല്ലേ? യെസ്.
ഇത് നമ്മുടെ ആര്യാസ് ഹോട്ടലിലൊക്കെ പോകുന്ന പോലത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇന്നൊരു സദ്യ ഉണ്ട് നമുക്ക്. ഇതിപ്പോ എന്താണ് ഇത് ഓണസദ്യ? ഇത് സദ്യയുടെ വിഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇന്ന് സദ്യ തരാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഓണമൊക്കെ ആണല്ലോ, ഫ്ലൈറ്റ് കിച്ചണിൽ നിന്ന് ഒരു സദ്യ, അതാണ് പ്ലാൻ. നമുക്കല്ലാതെ ഇപ്പൊ ഇത്തവണത്തെ ഓണത്തിന് ഓണസദ്യ കൊടുക്കുന്നുണ്ടോ? ഓണസദ്യ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കൊടുക്കുന്നുണ്ട്. ശരി. അപ്പൊ ഇത്രയും വിഭവങ്ങളുണ്ടാവും? ഇത്രയില്ല, ഓൾമോസ്റ്റ് ഒരു 8 വിഭവങ്ങളുണ്ട്. ശരി. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റില് സദ്യ കൊടുക്കുന്നത്. ശരി. അടിപൊളി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇത് കോംബി ഓവൻ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഓവൻ എന്ന് വെച്ചാൽ കൺവെൻഷണൽ ഹീറ്റാ, റോസ്റ്റിങ്ങിന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷെ ഇതില് റോസ്റ്റ് ചെയ്യാം, സ്റ്റീം ചെയ്യാം, ഗ്രില്ല് ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ്. ഒരു പിന്നെ തന്തൂരി ഐറ്റംസിന് തന്തൂർ ഉപയോഗിക്കും. ഇപ്പൊ ഫയർ ചെയ്തേക്കണ ചാർക്കോളൊക്കെ കിടക്കുന്നതാണ്. ഇപ്പൊ കബാബ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ ഷെഫ് ഉണ്ടോ? എങ്ങനെയാണ് സ്പെഷ്യാലിറ്റി ഷെഫ്സ് ഉണ്ടോ? ഇപ്പൊ ഈ പുള്ളി സൗത്ത് ഇന്ത്യൻ ഷെഫാണ്. പിന്നെ വി ഹാവ് കോണ്ടിനെന്റൽ ഷെഫ്, നോർത്ത് ഇന്ത്യൻ ഷെഫ്, സൗത്ത് ഇന്ത്യൻ ഷെഫ്. പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫ് എല്ലാം അറിയുന്ന ഒരാളായിരിക്കും. ഇവിടെ എല്ലാം വെള്ളമൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അടുക്കള നമ്മുടെ ഒരു ഹോട്ടലിന്റെ അടുക്കള തന്നെ ആയിട്ടാണ്. അടുക്കള സെയിം ആണ്, പക്ഷെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഡിഫറെന്റ്. പിന്നെ ഇതില് പ്രത്യേകത ഇച്ചിരി കൂടി ഹൈജീൻ കൂടുതൽ. ഇപ്പൊ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്റ്റീം ക്ലീൻ ചെയ്യുന്ന ഫുഡുകളാണ്. ക്ലീൻലിനെസ് കൂടുതലായിരിക്കും. ഇതാണ് അതിലേക്ക് കയറ്റുന്ന ട്രോളി. അതില് അങ്ങനെ കയറി ഇരുന്നോളൂ. വെരി ഈസി. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ കിച്ചൺ. ഇതാണ് മെയിൻ കിച്ചൺ. എല്ലാ ഫുഡും ഇവിടെ പ്രിപ്പയർ. പിന്നെ വേറെ ഡിവിഷൻസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും പോവാം. ഇത് ഹോട്ട് കിച്ചൺ ആണ്. പിന്നെ ബേക്കറി ഉണ്ട്, ഗാർഡ് മാജർ, കോൾഡ് കിച്ചൺ ഉണ്ട്. ഇതിപ്പോ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗ്രൈൻഡിങ്, ഇഡ്ലി, ദോശ മാവ്. നമ്മളുടെ ക്ലെൻലിനെസ് എയർലൈൻസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ഒരു കോൺട്രാക്ടർ കിട്ടിയാൽ പോലും അവർക്ക് എപ്പോഴേലും തോന്നണില്ല ഇത് ഒരു ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺട്രാക്ട് മാറ്റാം. അവരെപ്പോ വേണമെങ്കിലും ഇവിടെ ഇൻസ്പെക്ഷൻ വരാമോ? എപ്പോ വേണേലും വരാം. 24/7 we are open. ഇതിപ്പോ ഫുഡ് ഡിഷിംഗ് ഔട്ട് ഏരിയ എന്ന് പറയും. ഇവിടെയാണ് എയർലൈനിലേക്ക് എങ്ങനെ ഫുഡ് കിട്ടുന്നു ആ രീതിയിൽ കിട്ടുന്നത്. അതെ, ഇതിനെ പറയുന്ന ഗോൾഡൻ സാമ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു എയർലൈനിലേക്ക് ഫുഡ് എങ്ങനെ കൊടുക്കണം, എത്ര ഗ്രാം ആയിരിക്കണം, ഗാർണിഷ് ഉൾപ്പെടെ, എന്റെ മുകളിൽ ഗാർണിഷ്. അപ്പൊ ഈ ചെയ്യുന്ന ആൾക്ക് എളുപ്പമാവും. അപ്പൊ ഇത് നോക്കിയിട്ടാണ് ഇവര് ഡിഷ് ഔട്ട് ചെയ്യുന്നത്. അതിനകത്ത് എത്ര ഗ്രാം ആണ് അല്ലേ, എല്ലാം ഉണ്ട്. ഇത് ലഞ്ച് ഡിന്നർ ഡെസേർട്ടാണ് ഇത് കാണുന്നത്. റോസ് ഖിയർ. ശരിക്കും നമ്മളിവർ പലപ്പോഴും വളരെ ഭംഗിയായിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്ര ചെറിയൊരു പ്ലേറ്റ് ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് ഇവിടെ എന്നിട്ട് പാക്കിംഗ്, ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫുഡാണ് ഇത്. എന്താണ് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? അതും കൃത്യമായിട്ട് ഓരോന്നിനും കൃത്യ അളവാണ്. തൂക്കി തന്നെയാ തൂക്കിയേ വെക്കാൻ പറ്റുള്ളൂ. ശരി. ഇതില് അവര് എയർലൈൻ ഓഡിറ്റ് ചെയ്യും. വെയിറ്റ് കുറഞ്ഞാൽ അവർ ഫൈൻ അടിച്ച് തരും. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അവര് ഓഡിറ്റ് ചെയ്യും, അവർ വെയിറ്റ് ചെക്ക് ചെയ്യും. റാൻഡം മെയിൽ എടുത്ത് ചെക്ക് ചെയ്തു. ശരി. ഇതിപ്പോ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ഇത് തണുപ്പുണ്ടോ? തണുത്താണ് ഇരിക്കുന്നത് അല്ലേ? തണുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ എയർലൈനിലും ഓരോ ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് നല്ല പൂക്കളം ഇട്ടതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മെഷീനല്ല, നമ്മൾ വളരെ കൃത്യമായി നോക്കി അല്ലേ? അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് വെജ് കറിയാണ് അല്ലേ? സാലൻ എന്ന് പറയാം, അതൊരു ഹൈദരാബാദി ഡിഷാണ്. ശരി. ബിരിയാണിയുടെ കൂടെ യൂഷ്വലി ബിരിയാണി സാലൻ. ഇപ്പൊ നമ്മുടെ ഇവിടെ ചള്ളാസ് എന്നൊക്കെ പറയും. സാലൻ അവിടെ ഹൈദരാബാദി ഡിഷാണ്. പിന്നെ ഇതാണ് ഡിഷിംഗ് ഔട്ട് ചില്ലർ. ഇവർ ഫുഡ് ഡിഷ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. കൊണ്ടുപോകുന്നതിന് മുമ്പ് അതാണ് ഓവൻ. കാട്ടിലേക്ക് കയറ്റിയേക്കുന്നത്, അത് അതിൽ വെച്ചേക്കുന്നത്. ഇതാണ് എയർക്രാഫ്റ്റിനകത്തുള്ള
ഓ നേരെ കയറ്റി അങ്ങ് വെച്ച് അവൻ ഓണാക്കിയാൽ ഇത് ഓവൻ കിട്ടാം. കാർട്ടിലേക്ക് ഇതല്ല, അത് വേറെ ഉണ്ട്. ആ ഇത് ഓവനിലേക്ക്. അവനിലേക്കുള്ളൂ. ആ ഓക്കെ. അപ്പൊ ഇത് കൃത്യമായി ഓരോരോ എയർക്രാഫ്റ്റിലേക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ ഒരു പണിയുണ്ട്. അതാണ് ഓപ്പറേഷൻസിന്റെ ജോബ്. ഓപ്പറേഷൻസിന്റെ ഇവര് ടാഗ് ചെയ്ത് വെക്കും കറക്റ്റ് ആയിട്ട്. ഇനി ഇവിടെ ചോറൊക്കെയാണല്ലോ കാണുന്നത്, നാടൻ ഫുഡും. ഇതിപ്പോ ഇതാണ് ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഡിഷിംഗ് ഔട്ട്. ശരി. ഇതാണ് ശരിക്കും പൂക്കളം. എല്ലാ കുഞ്ഞു ഇത് പരിപ്പല്ലേ? പരിപ്പ്. Avial, which restaurant, kuttu curry, sambar, and mutton rice. You know all the dishes. Kuttu curry. ഇതാണ് ഗോൾഡൻ സാമ്പിൾ. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കാൻ. ഇങ്ങനെ വരും. ഫ്ലൈറ്റിൽ ഇങ്ങനെ കിട്ടും. ഫ്ലൈറ്റിൽ അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇതിന്റെയാണ് ഇപ്പൊ ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഒരു അഡ്വർടൈസ്മെന്റ് അഡ്രസ് ഉണ്ട്. എയർ എക്സ്പ്രസ്. ശരി. നല്ല നാടൻ അരി, നാടൻ ചോറ്, പ്രോപ്പർ സദ്യ. ഇത് നമ്മള് സദ്യ. അതെ. അതില് ഉപ്പേരിയും എല്ലാ രണ്ട് പായസവും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അടിപൊളി. അടിപൊളി. അതെല്ലാം സെറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത്. അടിപൊളി. അതിൻ്റെ കൂടെ ഇതും വരും അല്ലേ? അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ സെറ്റായി മൊത്തം. അടിപൊളി. ഗംഭീരം. ഓണസദ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റൊരു ഹോട്ട് കിച്ചണിലേക്ക് കയറുകയാണ്. ഇവിടെ വടയാണ് ഇപ്പം. ഓംലെറ്റും വടയാണ്. ഓംലെറ്റിനെ പറ്റി ഇപ്പം ബിജു പറയായിരുന്നു. 700-800 ഓംലെറ്റ് ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഓംലെറ്റിന് വേണ്ടി സ്പെഷ്യൽ ആളുണ്ട് ആണല്ലേ? അത് മാത്രം ചെയ്യുന്നു. ഈ ഓംലെറ്റ് വേൾഡ് വൈഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം. അപ്പൊ എത്ര തരം ഓംലെറ്റുകൾ ഉണ്ടാവും? ഓംലെറ്റുകളിൽ ഇപ്പം ചീസ് ഓംലെറ്റ് ഉണ്ട്, പ്ലെയിൻ ഓംലെറ്റ്, മസാല ഓംലെറ്റ്, അങ്ങനെ പലതരം. അത് ഓരോ എയർലൈനും ഓരോന്നാണ് വർക്ക് ചെയ്യുന്നത്. ചില എയർലൈനിൽ പലതുള്ള എയർലൈനും ഉണ്ട്. അതുകൊണ്ട് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാം ഉണ്ടാക്കും. ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണോ? ചീസ് ഓംലെറ്റ് ആണ്. ചീസ് ഓംലെറ്റ്. അപ്പൊ മറ്റെന്തൊക്കെ മാറ്റി വെച്ചാൽ എപ്പോഴും ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിന് പറയുന്ന ഫോൾഡഡ് ഓംലെറ്റ് എന്ന് അതിനെ പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫോൾഡ് ചെയ്തെടുക്കും. അത് മാത്രമേ ഇത് അകത്ത് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വെൽ കുക്ക്ഡ്, വെൽ ഡൺ എന്നൊക്കെ പറയുന്നത്. ഇത് എപ്പോഴും അകത്ത് സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അതിങ്ങനെ ഫോൾഡ് ചെയ്താണ്. ഫുള്ളി കുക്ക് ആവണേന് മുമ്പ് ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കും. അപ്പൊ നമ്മളങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇത് ഉണ്ടാക്കാന്നൊക്കെ കിട്ടില്ല. ഉരുട്ടിയെടുത്ത്. അതെ, അങ്ങനെ പറഞ്ഞ ഫോൾഡഡ് ഓംലെറ്റ്. നീറ്റായിട്ട് അത് ഫോൾഡ് ആകുന്നുണ്ടോ? അതെ. പുറത്ത് ഇത് പിന്നെ നമ്മള് ചീസ് ഇതിന്റെ ഓംലെറ്റിന്റെ ഇപ്പം അകത്ത് സോഫ്റ്റ് ആയിരിക്കും. നമ്മളവിടെ പാസഞ്ചർക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഇടക്ക് സോഫ്റ്റ്. ഇത് നമ്മൾ ഫ്രോസൺ ആക്കും അല്ലേ? ചില്ല് ചെയ്ത് അങ്ങനെ. ഇനി നമുക്ക് വട ഉണ്ടാക്കുന്നതാണ്. വട തീർച്ചയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിനായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വടക്ക ഇത്തിരി ചെറുതായിരിക്കും എപ്പോഴും. എയർലൈൻ സ്പെസിഫിക്കേഷൻ. 40 grams അതിന്റെ വെയിറ്റ്. അത് ശരി. പണ്ടൊന്നും നമ്മളൊരു ഫ്ലൈറ്റിൽ വട പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ ഇഡ്ഡലി, വട, ഉപ്മാ, ദോശ ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും പ്രതീക്ഷിക്കാതെ മസാല ദോശ വരുന്നുണ്ട്. ഇവിടെ വട ഉണ്ടായിരിപ്പുണ്ട്. ഉണ്ടായ വട നമ്മൾ സാധാരണ കഴിക്കുന്നതിനൊക്കെ ഇത്തിരി വലിപ്പം കുറവായിരിക്കും എപ്പോഴും. 40 grams. അവിടെ തന്തൂരി സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. കബാബ്സ് ഒക്കെ
शेफ क्या बना रहे हो? ये अंगारी चिकन टिक्का, सफरोनी चिकन टिक्का, साफ्रोनी चिकन टिक्का एंड अंगारी चिकन टिक्का, गार्लिक चिकन टिक्का. अंगारी चिकन टिक्का. अंगारी അങ്കാരി. ഓ ഓ ഓ We also have mutton steak and malai kebab. ഓ മട്ടണും മലായ് കബാബും എല്ലാം ഇതെല്ലാം ഇന്ത്യയിലുള്ള എയർലൈന് വേണ്ടി ആയിരിക്കില്ലല്ലോ അല്ലേ? ഇത് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഓ, അത് express ആ? കബാബ് പ്ലാറ്റർ. ആ അത് നേരെ തന്തൂരി അടുപ്പിലേക്ക് പോകുന്നു. Chef seat का कर दो. ഇറച്ചി മീനൊക്കെ നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതാണോ? ആയിത്തോളണമെന്നില്ല, ചില റിക്വയർമെന്റ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഇമ്പോർട്ടന്റ് ലാൻഡ് ഷോപ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അത് അങ്ങനെ അല്ലാതെ ഇപ്പം ഈ കാണുന്ന അല്ലാത്തതൊക്കെ ലോക്കലി ഫ്രഷ്. ഓ നല്ല എക്സ്പെർട്ടൈസ് ആണ് സംഭവമാണല്ലോ അല്ലേ? ഇതിപ്പം ഒരു ഈ ഫ്രൈ കിടക്കുന്നതുണ്ടല്ലോ, ഇതൊക്കെ എത്ര സമയത്തിനുള്ളിൽ ഫ്ലൈറ്റിൽ കയറും? ഇതിപ്പോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റിലെയും പാക്ക് ചെയ്യും. ആ എന്തായാലും ഒരു 5 മണിക്ക് മുമ്പൊക്കെ പോകും. അപ്പൊ ഇപ്പം ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയായി. 5 മണിക്കൊക്കെ മുമ്പ് നിങ്ങളിത് കഴിച്ചു തുടങ്ങും അത്രയ്ക്കുള്ള. ആ ശരി. എന്നാലും കൊതിപ്പിക്കുന്ന മണമൊക്കെ കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതൊക്കെ പിന്നെ എണ്ണുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വല്ലപ്പോഴാണ് മണമൊക്കെ അടിക്കാൻ പറ്റുന്നത്. ആ ഇത് നമ്മുടെ തോരനാണ്. അപ്പൊ ഇവിടെ പക്ഷെ ഏത് നേരത്തെ ഇങ്ങനെ തന്നെ സജീവമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പൊ ഉച്ച ആയതുകൊണ്ടൊന്നും അല്ലല്ലോ, എപ്പോഴും ഇതൊക്കെ തന്നെ. ഓംലെറ്റ് ഒരു സൈഡിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതെ. ആ ഇവിടെ ഇതുകൂടെ കാണാം. ഇത് മറ്റൊരു പൂക്കളം. ഇത് വെജ് ഷാഷ്ലിക് എന്ന് പറയും. ആ ഷാഷ്ലിക്. ആ വെജ് ഷാഷ്ലിക് അടിപൊളി. അതിൻ്റെയൊക്കെ ഓരോ പീസിൻ്റെയും ചെറിയ കൃത്യമായ അളവുണ്ട് അല്ലേ? ഈ ഫ്ലൈറ്റ് ഫുഡിന്റെ പ്രത്യേകത ആദ്യം പ്രസന്റേഷൻ, അതായത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. നല്ല പിന്നെ അടുത്തയിലേക്ക് പോകുള്ളൂ. കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് കൊള്ളാലോ, കാണാൻ കൊള്ളാലോ. ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ടേസ്റ്റിനൊപ്പം നിൽക്കില്ല, കാരണം ഈ സ്പൈസും. പക്ഷെ ഇപ്പൊ വേറൊരു പ്രത്യേകത വെച്ചാൽ മലയാളികൾ ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ ശരിയാണ്. അപ്പൊ അവര് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ശരിയാ. അതിപ്പോ നമ്മൾ ഇന്നലെ പഴയിടം തിരുമേനിയുടെ ഒരു ഷൂട്ടിന് പോയി. അപ്പൊ അദ്ദേഹം പറയായിരുന്നു പണ്ടൊക്കെ സദ്യക്ക് ചോറ് വെക്കുമല്ലോ, അതിന്റെ പകുതി ചോറ് വെച്ചാൽ മതി ഇപ്പം സദ്യക്ക്. കാരണം ആൾക്കാർ ചോറിന്റെ അളവ് എല്ലാവരും കുറച്ചു. അതാണ് ഒരു കാര്യം. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഓപ്പറേഷൻസിലേക്കാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഓപ്പറേഷൻസ് ആണ് ഇതിന്റെ നെർവ് സെന്റർ എന്ന് പറയുന്നത്. അവിടെയാണ് ഓർഡർ ആദ്യം വരുന്നത്. അവിടെ നിന്നാണ് ഓർഡർ എല്ലായിടത്തേക്ക് എത്തിക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഓർഡർ ഫ്ലൈറ്റിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കിച്ചണിൽ എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും ഇത് സമയത്ത് ഫ്ലൈറ്റിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെ അതിന്റെ ഇത് കംപ്ലീറ്റ് പോയി. പിന്നെ ഈ ഫ്ലൈറ്റിന്റെ വേറൊരു പ്രത്യേകത, ഫ്ലൈറ്റ് ഓപ്പറേഷൻസിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിന്റെ ടേൺ ഓവർ ടൈം എന്ന് പറയും. അതായത് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന ഇത്ര സമയത്തിനുള്ളിൽ നിന്നിട്ട് ആ സമയത്തിൽ ഞങ്ങൾക്ക് കേറ്ററിങ്ങിന് കുറച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഫുഡ് കയറ്റി ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആവും. ഫ്ലൈറ്റ് ഡിലേ ആയാലും ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ ചോദ്യങ്ങൾ പല സ്ഥലത്തും ചോദ്യം. ഇപ്പോൾ ഒരു പ്ലെയിൻ ഇന്ന സമയത്തുനിന്ന് ഇവിടെ നിന്ന് പൊക്കോളണമെന്ന് ATC തീരുമാനിച്ച ഒരു ടൈം കൊടുക്കുമായിരുന്നു. ആ സമയത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നല്ല തിരക്കുള്ള എയർപോർട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വല്ലാണ്ട് ഒരു സ്ലോട്ട് പോയാലും പിന്നെ അത് പിന്നെയും ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവർ നിൽക്കുന്ന ഓരോ മിനിറ്റിനും അവർ നമുക്ക് പെനാൽറ്റി അടിച്ച് തരും. നിങ്ങൾക്ക് തരും? ഞങ്ങൾക്ക് തരും. ഇപ്പൊ കേറ്ററിംഗ് പെനാൽറ്റി ആണെങ്കിൽ, ഭക്ഷണം ഡിലേ ആയതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഡിലേ ആയതെന്നാണെങ്കിൽ ഞങ്ങൾക്ക് കേറ്ററിംഗ് ഡിലേ എന്ന് പറഞ്ഞ് പെനാൽറ്റി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഞങ്ങൾക്ക് വലിയ നെഗറ്റീവുമാണ്. അതെ, വലിയ നെഗറ്റീവാണ്. ടൈമാണ് ഇതിന്റെ ഒരു പ്രധാന സംഭവം. അപ്പൊ നമുക്ക് ഈ ഇവരിങ്ങനെ മെനു മാറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും ഈ മാറ്റം പറയുന്നത്. മെനു മാറ്റില്ല. മെനു ഓൾറെഡി നമുക്കൊരു സൈക്ലിക് മെനു എന്ന് പറയുമല്ലോ, ഒരു 7 സെറ്റ് അല്ലെങ്കിൽ 4 സെറ്റ് സൈക്ലിക് മെനു ഉണ്ടാവും. മെനു മാറ്റില്ല. പക്ഷെ മീൽ പെട്ടെന്ന് ചിലപ്പോൾ ലേ ഓവർ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. നമുക്കറിയാം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെന്ന് അറിയാം. ചിലപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് അവർ പറയും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് ലഞ്ച് തന്നാൽ മതി എന്ന് പറയും.
അത് ചിലപ്പോൾ ഒരു 1.5 hours കിട്ടുള്ളൂ. ഓ അവിടെയാണ് ചാലഞ്ച്. അപ്പോൾ അതിന് മുമ്പ് ഷെഫ് സാധനങ്ങൾ ഉണ്ടാക്കണം, ഇത് ഡിഷ് ഔട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ കാർട്ടിൽ എത്തിക്കണം, ഈ ഓപ്പറേഷൻസ് അപ്പോഴേക്കും പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റിൽ എത്തിക്കണം. അവിടെയാണ് ചാലഞ്ച്. നമ്മള് ഓപ്പറേഷൻസ് ഏരിയയിലേക്ക്. ഓ, ഇവിടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കാണുന്ന പെട്ടികൾ. അതെ, ഇതാണ് കാർട്ട് എന്ന് പറയുന്നത്. ഓ, ഇത് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജറാണ്. ഇവിടെയാണ് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഓർഡർ വരുന്നതും ഡിലേ അറിയിക്കുന്നതും എല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇവര് ഇവിടെ വരുന്ന അനുസരിച്ച് കിച്ചണിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഹാർട്ട് ഓഫ് ദ. അതെ, ഇതാണ് ഹാർട്ട് ഓഫ് ദ. ഇത് മിസ്റ്റർ അശ്വിൻ, ഓപ്പറേഷൻസ് മാനേജർ. അപ്പൊ ഇവിടെ ഓരോരോ എയർലൈനിന്റെയും പേര്: സൗദിയ, എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എയർലൈൻ നമുക്ക് തരുന്നല്ലേ? അതെ, തരുന്നതാണ്. അവരുടെ പ്രോപ്പർട്ടിയാണ്. അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതൊക്കെ ഫുഡ് ഇതിനകത്തുണ്ട്? ഇല്ല, ഇത് ഫുഡ് അവിടെ ഉണ്ട്. ഫുഡ് അവിടെ കാണിച്ചത്. അകത്ത് വെച്ചിരിക്കും. അത് ശരിക്കും വെളിയാക്കി അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മള് ഇത് ഇവർക്ക് വാഷ്, അതും കാണാം, വാഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഉണക്കി ഇവിടെ വെച്ചേക്കും. ഓ, ഇത് കട്ട്ലറി. ഇത് ഫ്ലൈറ്റിലേക്കുള്ള എക്യുപ്മെന്റിന്റെ വൈപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓ, ഞാൻ വിചാരിച്ചു ഇതൊക്കെ ശരിക്കും എയർലൈൻ്റെ തന്നെ സ്വന്തം. നല്ലല്ലേ? അത് നമ്മൾ എയർലൈൻ്റെ സ്വന്തം. ഇതിപ്പോ ഉണ്ടല്ലോ, ഇതിപ്പോ സൗദിയുടെ ഇവിടെ പേരെഴുതിയിട്ടുണ്ട്. അവര് നമുക്ക് തരും. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് അവര് നമ്മളിത് അവര് ഓരോ മാസവും നമ്മൾ കണക്ക് കൊടുക്കണം അവർക്ക്. ഇത്ര സാധനം വന്നു, ഇത്ര സാധനം പോയി, ചിലത് പൊട്ടിപ്പോയി, വരുമ്പോ പൊട്ടി, അതൊക്കെ കണക്ക് കൊടുത്ത് അവർ റിപ്ലേസ് ചെയ്യും. അപ്പൊ കട്ട്ലറിയും അവര് തന്നെ വരുന്നു? എല്ലാവരും. അതായത് ഇങ്ങനത്തെ വുഡൻ കട്ട്ലറിയുടെ വല്ല ഷോർട്ടേജ് അവർക്കുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഒരു ഭയങ്കര കോർഡിനേഷൻ ആണ് എയർലൈനുമായിട്ട് അല്ലേ? ഒരു ചെറിയ മിസ് വന്നാലും കംപ്ലീറ്റ് തണുത്തിട്ട്. അതെ. ഈ സ്വന്തമായിട്ട് കാറ്ററിംഗ് അല്ല ഇത്തരത്തിലുള്ള ഫ്ലൈറ്റ് കിച്ചണുള്ള കുറെ എയർലൈനുകളിൽ അവരപ്പം ലോകത്ത് എവിടേക്കാണെങ്കിലും അവരുടെ എമിറേറ്റ്സിന്റെ ഒക്കെ അതിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് അത്രയധികം ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്, ഒന്ന് പിന്നെ ചില എയർലൈൻ, ഞാൻ എയർലൈൻസിന്റെ പേര് പറയുന്നില്ല, അവരിങ്ങനെ റിട്ടേൺ കേറ്ററിംഗ് അവരുടെ ഇത് തുടങ്ങിയിട്ട് സക്സസ്ഫുൾ ആയില്ല. ഫുഡ് ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പം അവരുടെ മേജർ ഓപ്പറേഷൻസ് ഇന്ത്യയിലാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. പാസഞ്ചേഴ്സ് എല്ലാവരും ഇന്ത്യൻസ് ആയിരിക്കും. ഇന്ത്യൻ ഫുഡ് ചിലപ്പം വേറൊരു രാജ്യത്ത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു രുചി വരില്ല. അവരുണ്ടാക്കും, ചിലപ്പോൾ പുലാവും ബിരിയാണി എന്നൊക്കെ ഉണ്ടാക്കും, പക്ഷെ ആ ടേസ്റ്റ് പാസഞ്ചേഴ്സിന് ഇഷ്ടം. അപ്പോൾ ചില എയർലൈൻസ് തിരിച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ പാസഞ്ചർ എന്നൊരു വലിയൊരു ക്രൈറ്റീരിയ പാസഞ്ചർ ഫീഡ്ബാക്ക്. അപ്പോൾ ഇതാണ് ഡിഷ് ഔട്ട് ചില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം സെറ്റാക്കി വെച്ചു. ഇതിൽ നിന്ന് നേരെയാണ് ട്രക്കിലേക്ക് കയറി പോകുന്നത്. ഹൈ ലോഡറിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതിപ്പോ ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ക്രൂ മീലാണോ? അത് ക്രൂ വണ്ടിയാ. ഇത് ക്രൂവില്ല. ഇന്നത്തെ ലഞ്ചാണ്, ക്രൂവിലുള്ള ലഞ്ച്. അപ്പൊ ക്രൂ എന്ന് പറയുമ്പോൾ പൈലറ്റും ഒക്കെ അതിലുണ്ട്. നമ്മളിവിടുന്ന് കയറ്റി വിടുന്ന ഏറ്റവും വലിയ ഫ്ലൈറ്റ് ഏതാ? സൗദിയാ. അതിന് മുമ്പ് നമുക്ക് ഡ്രീം ലൈനർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് നേരെ ഇപ്പം ഫ്ലൈറ്റിൽ ആൽക്കഹോൾ ഒക്കെ കിട്ടുമല്ലോ, അത് ഇതാണ്. അതും നമ്മൾ ഇവിടെ നിന്നാണ് അവര് സാധനം തരും നമുക്ക്. അതിന് ഞാൻ ഒരു ഏരിയ കാണിച്ചു തരാം. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയും. അത് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് നടത്തുന്ന, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. വി ക്യാൻ സീ ഫ്രം ഔട്ട് സൈഡ്. അപ്പൊ അവര് എയർലൈൻസിന്റെ ആൽക്കഹോൾ ഒക്കെ നമുക്ക് തരും. എന്നിട്ട് അവർ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇതിൽ സ്റ്റാക്ക് ചെയ്ത് വിടും. അത് മദ്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് പൂട്ടിയിട്ടിട്ടുണ്ട്. അതെ. അല്ല, അതെന്ന് വെച്ചാൽ കസ്റ്റംസിനൊക്കെ ഇൻവോൾവ്മെന്റ്. ശരിയാണ്. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് പെയ്ഡ് ആയിട്ടായിരിക്കും അതിൽ ആൽക്കഹോൾ പെയ്ഡാണ്. എല്ലാം ചെറിയ സാമ്പിൾ ബോട്ടിലും സാധനങ്ങളൊക്കെയാണ്. ശരി. അതൊക്കെ ഇവിടെ തന്നെ പോകുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അത് എവിടുന്നാ പോകുന്നതെന്നുള്ളത്. ഇതാണ് ഓവനിൽ കയറ്റി വെക്കുന്നത്. ഓർഡർ അനുസരിച്ച് വന്നിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കാം.
അവർ നേരെ അങ്ങ് കയറ്റി വെച്ച് ചൂടാക്കി കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ഇനി ഇവിടെ നിന്ന് നേരെ ഹൈ ലോഡർ. ഇതിപ്പോൾ എത്ര ഉണ്ടാകും ടെമ്പറേച്ചർ ഇപ്പോൾ ഇതിനകത്ത്? ദിസ് ഇസ് 5 below. 5 ബിലോയാ? ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് കാർട്ട് പുറത്തേക്ക് കൊണ്ടുവരും എയർലൈൻ്റെ ഓർഡർ അനുസരിച്ച്. അത് കഴിഞ്ഞ് എയർലൈൻ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. അവർ ഈ കാർട്ട് ചെക്ക് ചെയ്തിട്ട് അവരുടെ എയർലൈനിന്റെ ലോക്ക് ഇടും. ഓരോ എയർലൈനിൻ്റെ ആളിവിടെ ഉണ്ട്. ഓരോ എയർലൈൻ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ അവർ അതിന്റെ എയർലൈൻ ലോക്ക് ഇടും കാർട്ടിൽ. അതിനുശേഷം നമ്മൾ ഹൈ ലോഡറിലേക്ക് കയറും. അപ്പൊ ആ കാർട്ടിലും എയർലൈൻ്റെ ആൾ കൂടെ പോവോ? അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ കൂടെ പോകും. സെക്യൂരിറ്റി പോകും. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റിയും കൂടെ പോകും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടാകരുത്. പാടില്ല. വണ്ടി ഇടക്ക് നിർത്താൻ പാടില്ല. നേരെ എയർപോർട്ട്. ശരി ശരി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കിംഗ് ഒന്നും ഇല്ല. ഇല്ല. അതാണ് അതിന്റെ സെൻസിറ്റിവിറ്റി. നേരെ പ്ലെയിൻ്റെ അകത്തേക്ക് പോകുന്നു. ഇവിടെ ഒന്നും ഇതും പാടില്ല. ഇതാ ട്രക്കാണല്ലേ കിടക്കുന്നത്? ശരി. ഓക്കെ. ഓ ഇതിനെ എന്താ വിളിക്കുന്നത്? ഹൈ ലോഡർ. ഹൈ ലോഡർ എന്താന്ന് വെച്ചാൽ ഈ സാധനം പൊങ്ങും. ഹൈഡ്രോളിക് ആയിട്ട് പൊങ്ങും. ഇത് സ്പെസിഫിക് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത വണ്ടികളാണ്. ഇതിന്റെ ഇത് മേടിച്ചിട്ട് ചേസ് മേടിച്ചിട്ട് ഇതിന്റെ ബോഡി ബിൽഡ് ചെയ്ത്. അപ്പൊ ഇത് ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തുമ്പോ ഇത് ആ ഫ്ലൈറ്റിന്റെ ഡോറിന്റെ അടുത്ത് അങ്ങനെ പൊങ്ങി വന്നിട്ട് നേരെ സാധനം കയറ്റുക. അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ കാർട്ടൂൺ വന്നിട്ട് അവര് ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്യും. ഇതിലേക്ക് ലോക്ക് ചെയ്യും. അതിനാണ് ഇത്. ഇതാണ് ലിഫ്റ്റ്. ഇതാണ് ഇത് പോയിട്ട് ഫ്ലൈറ്റിന്റെ ഡോറുമായിട്ട് അലൈൻ. പിന്നെ ഇതിനകത്ത് പെസ്റ്റ് കൺട്രോൾ ഉണ്ട്. റോഡൻസ്. ഇതിന്റെ അകത്ത് ഭയങ്കര സെൻസിറ്റീവ്. എലിയോ പാറ്റയോ എന്തെങ്കിലുമൊക്കെ കയറിയ ഭയങ്കര പ്രശ്നം. അപ്പൊ അത് പെസ്റ്റ് കൺട്രോൾ റോഡന്റ്. വണ്ടി ഓണാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വണ്ടി നമ്മൾ വന്നിട്ട് ലോഡ് ചെയ്യുന്നതിന് വണ്ടി ഓണാക്കും. അതിനുശേഷമാണ് നമ്മൾ ലോഡിങ് നടത്തുന്നത്. ഇത് അത് കഴിയുമ്പോൾ എയർലൈൻ സെക്യൂരിറ്റി വന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഈ വണ്ടി അവർ ടേക്ക് ഓവർ ചെയ്യും. പിന്നെ ക്യാമറ ഉണ്ട്. ഡ്രൈവർ ക്യാബിലും ക്യാമറ ഉണ്ട്. ശരിക്കും ഫ്ലൈറ്റ് പോകുന്നതിനേക്കാൾ സേഫ്റ്റിയോട് കൂടിയാണ് ഇവിടുന്ന് ഇത് പിന്നെ നമ്മൾ ലുലു ആയിട്ട് ചെയ്യുന്ന ഒരു മിക്കവാറും വേറെ എയർ കേറ്റേഴ്സ് ഒന്നും ചെയ്യാറില്ല. വണ്ടിക്കകത്ത് ക്യാമറ വെക്കാം. അല്ലെങ്കിൽ നമ്മള് നമ്മുടെ എന്തായാലും നമ്മളിതിൻ്റെ തുടക്കം തൊട്ട്, അതായത് ഇതിൻ്റെ ആദ്യം ലുലു ഫ്ലൈറ്റിൽ ബോർഡ് വെച്ചിരിക്കുന്ന തൊട്ട് എയർലൈനിലേക്ക് ഈ സാധനം കയറുന്നത് ലിഫ്റ്റ് വരെ എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. അതിനെ പറയണ ഓഫ് ലോഡിംഗ് എന്നാണ്. നമ്മൾ ഈ ഫുഡ് കൊടുക്കൽ മാത്രമല്ല, തിരിച്ച് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ഫുഡ് നമ്മൾ എടുക്കും. വേസ്റ്റ് അല്ല, ഫുഡ് ക്ലിയർ ബാക്കി വരുന്നത് റിട്ടേൺ വരുന്നത്. നമ്മൾ ഇത്ര കാട്ടെന്നും പറഞ്ഞാൽ ലോഡ് ചെയ്യുന്നത്, അത്രയും കാട്ട് തന്നെ നമ്മൾ തിരിച്ച് ഓഫ് ലോഡ് ചെയ്യണം. ആ ഓഫ് ലോഡ് വന്നിട്ട് ട്രേ സെറ്റപ്പ് യൂസ്ഡ് ആയിരിക്കും. ആ യൂസ്ഡ് വന്നിട്ട് ഓഫ് ലോഡിംഗ് ഡേയിലോട്ട് വരും. ആ വണ്ടി വരും. നമ്മൾ അങ്ങോട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി വാഷ് ചെയ്ത് ഹോട്ട് വാട്ടറിലെല്ലാം വാഷ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഓഫ് ലോഡ് ചെയ്ത സ്ട്രിപ്പിംഗ് നടക്കുന്ന അവിടെയാണ്. ഇതിപ്പോ നമ്മൾ അങ്ങോട്ടാ പോകും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുന്ന് ദുബൈയിലേക്ക് ഇപ്പൊ ഒരു 150 മീൽസ് കൊണ്ടുവന്നിരിക്കട്ടെ. അതിനകത്ത് 120 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 30 തിരിച്ച് ഇവിടെ വരും. അതോ ദുബായിൽ അവർ ഓഫ് ലോഡ് ചെയ്യും? അല്ല, അത് തിരിച്ചു വരും. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് ഇവിടെ വരും. ഇതാണ് ഓഫ് ലോഡിംഗ് ബേ. ഇപ്പൊ ഇവിടെ വണ്ടി തിരിച്ച് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ സ്ട്രിപ്പിംഗ് ബേ എന്ന് പറയും. ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ എല്ലാ സാധനങ്ങളും സ്ട്രിപ്പ് ചെയ്യും. സ്ട്രിപ്പ് ചെയ്ത ഫുഡ് വേസ്റ്റ് ഒക്കെ കളയും. പിന്നെ അതാണ് ഡിഷ് വാഷിംഗ് എക്യുപ്മെന്റ്. ഇത് കാർട്ട് വാഷിംഗ് എക്യുപ്മെന്റ്. കാർട്ട് വാഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർട്ട് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ അത് വാഷായിട്ട് പുറത്ത് വരും. ശരി. അതാണ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കാണുന്നത്. എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇതെല്ലാം ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്സ്. ഇവിടുത്തെ എക്യുപ്മെന്റ്സ് തന്നെ എത്ര കോടികളുടെ എക്യുപ്മെന്റ്സ് ആണല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസ് അല്ല അതാത് കമ്പനികൾ. നമ്മള് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ടീം ഉണ്ട്. അത് കൂടാതെ നമുക്ക് കോൺട്രാക്ട് ഉണ്ട്. ചിലർക്ക് AMC ഉണ്ട്. ഓക്കെ. അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് ഫുൾ ടൈം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ എല്ലാം ഓരോ കാര്യങ്ങളിലും. എന്തായാലും ഒരു ഗംഭീര സംഭവമാണ്. നമ്മൾ സാധാരണ ആഹാരം എയർലൈനിൽ നിന്ന് കഴിക്കുമ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഇന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള തിരിച്ചു വന്ന ഫുഡ് ഇവിടെ ഓഫ് ലോഡ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ബ്ലാങ്കറ്റ്സ് ഇവിടെ വരും തിരിച്ച്. ബ്ലാങ്കറ്റും വരും, ലോണ്ടറി കൊടുത്ത് വാഷ് ചെയ്തിട്ട് ഓ നമ്മൾ തിരിച്ച് റാപ്പ് ചെയ്ത് തിരിച്ച് കയറ്റി ഓ അത് ശരി. അപ്പൊ വെറും ഫുഡ് മാത്രമല്ല, അല്ല, മൊത്തത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലേ. സൗദിയാന്ന് തോന്നുന്നല്ലേ? സൗദിയാണ്. അത് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ തവണ ഇവർ എവിടെ നിന്നാണ് ഇത് കൃത്യമായിട്ട് Fresh blankets. ആയിട്ട് ബ്ലാങ്കറ്റ് കയറ്റുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ബ്ലാങ്കറ്റ്സ് മാത്രം, ചില എയർലൈൻസിന് ഹെഡ്സെറ്റ്സ് അതിവിടെ വരും. അതും വരും അല്ലേ? അത് സാനിറ്റൈസ് ചെയ്യും. അത് സാനിറ്റൈസ് ചെയ്യാൻ റീപാക്ക് ചെയ്യേണ്ടി വരും, ചിലത് ഫ്രഷ് പോകും. ശരി. അപ്പോൾ ഇനി ഫുഡിൻ്റെ ട്രൈ ആണിപ്പം ഇറങ്ങി വരുന്നത്. അതാണ് നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റ് കൊടുക്കുന്നതെല്ലാം തിരിച്ച് അതേപടി ഇവിടെ എത്തുകയാണ്. താങ്ക് യു. അപ്പോൾ ഇതെല്ലാം റീയൂസ് ചെയ്യുന്നതാണോ ഈ പ്ലേറ്റ്? അല്ല, അല്ല, ചിലത് റീയൂസ്, ചിലത് ത്രോ, മറ്റത് യൂസ് ആൻഡ് ത്രോ. എയർലൈനിൽ കിട്ടുന്ന ടീ, കോഫി, ക്രീമർ, ഇതെല്ലാം അവരുടെ സപ്ലൈ ആണെങ്കിൽ ഇത് അവരുടെ കയറ്റി വിടുന്നതാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് കസ്റ്റംസ് ക്ലിയറൻസ് നടത്തിയിട്ട് ഇവിടെ നിന്ന് വീൽ കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ ബോർഡർ വെയർഹൗസ്. പിന്നെ ഇതിന്റെ കണക്കുകൾ, എസ്പെഷ്യലി ആൽക്കഹോൾ, ഇതൊക്കെ ഡെയിലി ഇവിടെ ഒരു കസ്റ്റംസ് ഓഫീസർക്ക് നമ്മൾ കണക്ക്, ഇപ്പോൾ ഒരു ബാർ നടത്തുമ്പോൾ ഡെയിലി ക്ലോസിംഗ് നടത്തുന്നില്ല, അതേമാതിരിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശരി. അപ്പോൾ ഇതാണ് ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് എയർലൈൻ ബോണ്ടഡ് സപ്ലൈസ് ഒക്കെ. ഓരോ എയർലൈനിന് വേറെ വേറെ ഡിവിഷൻസ് ഉണ്ട്. എയർലൈൻ വൈസ് തിരിച്ചെത്തിരിക്കുകയാണ്. വന്നിട്ട് അവരുടെ സാധനങ്ങൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും, ലുലു ഫ്ലൈ കിച്ചന്റെ ഐ കോഡിൽ. എന്നിട്ട് കസ്റ്റംസ് വഴി ക്ലിയർ ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. ഫ്ലൈറ്റ് ബേസ് ചെയ്ത് നമ്മളത് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ വിമാനത്തിൽ ഫുഡ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫുഡ് വരുന്നു, നമ്മൾ കഴിക്കുന്നു, പോരുന്നു എന്നല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രയത്നമുണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ ഇത്രയധികം സേഫ്റ്റി സെക്യൂരിറ്റിയും ഉണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ ഇത്രയധികം മുന്നൊരുക്കങ്ങളുണ്ടെന്നും പിന്നൊരുക്കങ്ങളുണ്ടെന്നും ഒന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്നത് ഇവിടെ ഫുഡ് പാക്ക് ചെയ്തെല്ലാം റെഡിയായി കഴിഞ്ഞാൽ എയർലൈൻ്റെ ഒരു സെക്യൂരിറ്റി ഓഫീസർ കൂടി ഒരുമിച്ച് പോയാണ് ഇത് ഫ്ലൈറ്റിൽ കയറ്റുന്നുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു മാൽ പ്രാക്ടീസും ഉണ്ടാകാത്ത രീതി അത്ര സുരക്ഷിതമാണ് ഫുഡ്. അതിൽ കൂടുതൽ തന്നെ സന്തോഷിപ്പിച്ച കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ലുലു ഗ്രൂപ്പ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യമാണ്. എത്രത്തോളം ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ തലപ്പത്തുള്ള ശ്രീ M.A. യൂസഫ് അലിക്ക് എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിച്ച കാര്യം. അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്തൊരു മേഖല അദ്ദേഹം അതും ചിന്തിച്ചു, അതും പ്രാവർത്തികമാക്കി ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നേരം നമ്മളിവരെല്ലാവരും ബുദ്ധിമുട്ടിച്ചു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നമുക്ക് വേണ്ടി കുറേ നേരം ബുദ്ധിമുട്ടി. ബിജു പ്രത്യേകിച്ചും താങ്ക് യു സോ മച്ച് ബിജു. അപ്പോൾ ഇനി ഏത് എയർ ഇന്ത്യ ആയാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ആയാലും സൗദി ആയാലും ഫുഡ് കഴിക്കുമ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഓർക്കണം, ഈ മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അത്രയധികം ഇവരെല്ലാം ഇതിൻ്റെ പിന്നിൽ പെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇവിടുത്തെ എല്ലാവർക്കും ഓണ ആശംസകൾ നമ്മുടെ ചാനലിൻ്റെ പേരിൽ നേരുന്നു. താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ്. അപ്പം ഞങ്ങളെല്ലാവരുടെ സാറിനും ഓണാശംസകൾ. താങ്ക് യു. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെ ബൈ.